Dear students, welcome to the second part of our web technology chapter. So in the last class we have discussed client to web server communication and web server to web server communication. So in the client to web server communication, there will be one client computer requesting for the service to the server computer. Have you seen the server computer? What will be the difference between the server computer and client computer? So our computer will be the client computer. The server computer will be situated in a remote location. അപ്പോൾ നമ്മൾ സെർവർ കമ്പ്യൂട്ടർ നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല. നമ്മൾ അക്ഷയ സെൻറ്ററിൽ അല്ലെങ്കിൽ നമ്മുടെ ലാബിൽ അല്ലെങ്കിൽ നമ്മുടെ സ്കൂളൊക്കെ നമ്മുടെ വീട്ടിലൊക്കെ ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടറൊക്കെ ക്ലയൻറ്റ് കമ്പ്യൂട്ടറാണ്. ഇപ്പോൾ ക്ലയൻറ്റ് കമ്പ്യൂട്ടർ ഇൻ്റർനെറ്റ് ഉപയോഗിച്ചുകൊണ്ട് റിക്വസ്റ്റ് സെർവർ കമ്പ്യൂട്ടറിലേക്ക് കൊടുക്കുന്നു. സെർവർ കമ്പ്യൂട്ടർ ആ റിക്വസ്റ്റിൻ്റെ എന്താണോ നൽകിയത് അതനുസരിച്ചുള്ള വെബ് പേജ് തിരിച്ചിങ്ങോട്ടേക്ക് കൊടുക്കുന്നു. അപ്പോൾ ആ രീതിയിലുള്ള ക്ലയൻറ്റ് ടു വെബ് സെർവർ കമ്മ്യൂണിക്കേഷൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ എന്താണ് വെബ് സെർവർ എന്നോട് ഉദ്ദേശിക്കുന്നത്? നമ്മൾ സാധാരണ കാണുന്ന പോലത്തെ കമ്പ്യൂട്ടറാണോ? അതാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഒന്നാമത്തെ ടോപ്പിക്. ഫസ്റ്റ് വി ക്യാൻ സീ ദ ഡെഫിനിഷൻ വെബ് സെർവർ. The term web server is used for referring to the server computer that hosts websites. It is also used to refer to the web server software that is installed in a server computer in order to make it a web server. അപ്പോൾ വെബ് സെർവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സെർവർ കമ്പ്യൂട്ടറാണ്. ആ കമ്പ്യൂട്ടറിൽ വെബ്സൈറ്റ് ഉണ്ടാവും. നമുക്ക് ആവശ്യമായ വെബ്സൈറ്റ് ഹോസ്റ്റ് ചെയ്തിരിക്കുന്ന സ്റ്റോർ ചെയ്തിരിക്കുന്ന സെർവർ കമ്പ്യൂട്ടറിനെയാണ് നമ്മൾ വെബ് സെർവർ എന്ന് പറയുന്നത്. ഓൾസോ യൂസ്ഡ് ടു റെഫർ ടു ദ വെബ് സെർവർ സോഫ്റ്റ്വെയർ. വെബ് സെർവർ എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് കമ്പ്യൂട്ടറിനെയും പറയും, ആ വെബ് സെർവർ കമ്പ്യൂട്ടറിൽ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന സോഫ്റ്റ്വെയറിനെയും പറയും വെബ് സെർവർ. വെബ് സെർവർ ഈസ് ഓൾസോ യൂസ്ഡ് ടു റെഫർ ടു ദ വെബ് സെർവർ സോഫ്റ്റ്വെയർ ദാറ്റ് ഈസ് ഇൻസ്റ്റാൾഡ് ഇൻ എ സെർവർ കമ്പ്യൂട്ടർ ഇൻ ഓർഡർ ടു മേക്ക് ഇറ്റ് എ വെബ് സെർവർ. നമ്മൾ രണ്ട് കാര്യം മനസ്സിലാക്കണം. ഈ വെബ് സെർവർ എന്ന് പറയുന്ന പദം നമ്മൾ രണ്ട് കാര്യങ്ങൾ കൊണ്ട് ഉപയോഗിക്കുന്നു. ഒന്ന്, വെബ് സെർവർ കമ്പ്യൂട്ടറിനെ പരാമർശിക്കാൻ, അതിനെ സൂചിപ്പിക്കാൻ നമ്മൾ വെബ് സെർവർ എന്ന് ഉപയോഗിക്കുന്നു. രണ്ടാമതോ, ആ വെബ് സെർവർ കമ്പ്യൂട്ടറിൽ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന പ്രത്യേകമായ ഒരു സോഫ്റ്റ്വെയർ ഉണ്ട്, വെബ് സെർവർ സോഫ്റ്റ്വെയർ. അതിനെ നമ്മൾ പൊതുവെ എന്ത് പറയും? വെബ് സെർവർ എന്ന് പറയും. ഓക്കെ, ഇതിനെ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. A web server consists of a server computer that runs a server operating system and web server software installed on it for providing services like World Wide Web, email, etc. അപ്പോൾ നമ്മൾ വെബ് സെർവർ കമ്പ്യൂട്ടറിൽ സെർവർ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉണ്ടായിരിക്കണം. വെറുതെ നമ്മളൊരു കമ്പ്യൂട്ടർ വാങ്ങി വെച്ചാൽ അത് വെബ് സെർവർ ആവില്ല. അതിലൊരു സെർവർ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉണ്ടായിരിക്കണം. അതുമാത്രം പോരാ, ഒരു സെർവർ ഓപ്പറേറ്റിംഗ് സിസ്റ്റവും ഒരു വെബ് സെർവർ സോഫ്റ്റ്വെയറും ഉള്ള ഒരു കമ്പ്യൂട്ടറിനെ നമുക്ക് വെബ് സെർവർ എന്ന് പറയാം. ഇപ്പോൾ നമ്മളുടെ ഒരു ലാപ്ടോപ്പിൽ അല്ല നമ്മുടെ കമ്പ്യൂട്ടർ ലാബിലുള്ള ഒരു കമ്പ്യൂട്ടറിൽ നമ്മളൊരു സെർവർ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്തു. അതുകൂടാതെ അതിലൊരു സെർവർ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ അതും എന്തായി മാറിക്കഴിഞ്ഞു? അതും ഒരു വെബ് സെർവറായി മാറിക്കഴിഞ്ഞു. ഓക്കെ, പക്ഷെ എന്താണ് നമ്മൾ അങ്ങനെ ചെയ്താലുള്ള കുഴപ്പം നമുക്ക് നോക്കാം. വെബ് സെർവർ ഈസ് എ പവർഫുൾ കമ്പ്യൂട്ടർ വിച്ച് ഈസ് ഓൾവേസ് സ്വിച്ച്ഡ് ഓൺ ആൻഡ് കണക്റ്റഡ് ടു എ ഹൈ ബാൻഡ് വിഡ്ത്ത് ഇൻ്റർ കണക്ഷൻ. ഇവിടെയാണ് വ്യത്യാസം. എ വെബ് സെർവർ ഈസ് എ പവർഫുൾ കമ്പ്യൂട്ടർ. അപ്പോൾ നമ്മളുടെ സാധാരണ ഡെസ്ക്ടോപ്പ് പോലെയുള്ള കമ്പ്യൂട്ടർ ആയിരിക്കില്ല വെബ് സെർവർ. അത് കുറച്ചും കൂടി കപ്പാസിറ്റി കൂടിയ ഒരു കമ്പ്യൂട്ടറാണ്. എന്തുകൊണ്ടായിരിക്കും അത്? കാരണം ഒരുപാട് സ്ഥലത്ത് നിന്നും റിക്വസ്റ്റുകൾ ആ കമ്പ്യൂട്ടറിലേക്ക് വരുന്നുണ്ടാവും. അതുകൊണ്ട് വളരെ കമ്പ്യൂട്ടേഷണൽ പവർ കൂടിയ ഒരു കമ്പ്യൂട്ടർ ആയിരിക്കും വെബ് സെർവർ കമ്പ്യൂട്ടർ. വിച്ച് ഈസ് ഓൾവേസ് സ്വിച്ച്ഡ് ഓൺ. എന്തുകൊണ്ടായിരിക്കണം അത് എപ്പോഴും സ്വിച്ച്ഡ് ഓൺ ആയിരിക്കേണ്ടത്? കാരണം എല്ലാ സമയത്തും ഇപ്പം ക്ലയൻറ്റുകൾ റിക്വസ്റ്റ് നൽകാം. അത് രാത്രിയാവാം അല്ലെങ്കിൽ രാവിലെയാവാം, ഏത് സമയത്തും ക്ലയൻറ്റ് റിക്വസ്റ്റ് കൊടുക്കാം. അപ്പോൾ ഏത് സമയത്തും അത് ഓൺ ആയിരിക്കണം. ആൻഡ് കണക്റ്റഡ് ടു എ ഹൈ ബാൻഡ് വിഡ്ത്ത് ഇൻ്റർനെറ്റ് കണക്ഷൻ. നല്ല സ്പീഡുള്ള ഇൻ്റർനെറ്റ് കണക്ഷൻ എപ്പോഴും ഉണ്ടായിരിക്കുകയാണ്. ഓക്കെ, വെബ് സെർവർ ക്യാൻ ഹാവ് മൾട്ടിപ്പിൾ പ്രോസസ്സേഴ്സ്. അപ്പോൾ വെബ് സെർവർ കമ്പ്യൂട്ടറിന് ഒന്നിൽ കൂടുതൽ പ്രോസസ്സർ ഉണ്ടാവും. കാരണം നല്ല സ്പീഡിൽ വർക്ക് ചെയ്യേണ്ടതാണ്. ഫാസ്റ്റ് ആക്സസ് റാം.
വളരെ സ്പീഡിൽ ആക്സസ് ചെയ്യാൻ പറ്റുന്ന റാമിൻ്റെ കപ്പാസിറ്റിയും വളരെ കൂടുതലായിരിക്കും. ഹൈ പെർഫോമൻസ് ഹാർഡ് ഡിസ്ക്, നന്നായി പെർഫോം ചെയ്യുന്ന ഒരുപാട് ഹാർഡ് ഡിസ്കുകൾ ഉണ്ടാവും. ഒന്നൊന്നല്ല, ഒരുപാട് ഹാർഡ് ഡിസ്കുകൾ ഉണ്ടാവും. ഈതർനെറ്റ് കാർഡ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? നെറ്റ്വർക്കിങ്ങിൻ്റെ കണക്ട് ചെയ്യുന്ന ഹാർഡ്വെയർ കമ്പോണൻ്റ് ആണെന്ത്? ഈതർനെറ്റ് കാർഡ്. ആൻഡ് ദാറ്റ് സപ്പോർട്ട് ഫാസ്റ്റ് കമ്മ്യൂണിക്കേഷൻ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളുള്ള ഒരു കമ്പ്യൂട്ടറാണ് വെബ് സെർവർ. അപ്പോൾ നമ്മൾ സാധാരണ നമ്മൾ ലാബിലും അതുപോലെ തന്നെ നമ്മൾ ഓഫീസിലൊക്കെ കാണുന്ന കമ്പ്യൂട്ടറിൽ നിന്നും വ്യത്യസ്തമായി വളരെ പവർഫുള്ളായ കമ്പ്യൂട്ടറാണ് വെബ് സെർവർ കമ്പ്യൂട്ടർ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വി ക്യാൻ ഡിസ്കസ് ദ ടേം ഡാറ്റാ സെൻറ്റർ. A data center is a dedicated physical location where organizations house the servers and networking systems. Data centers are used for storing, processing, and serving large amount of data to their clients. A data center requires extensive backup power supply system, cooling system, high-speed networking connections, and security systems. In a data center, several servers may be mounted into special racks that offer good ventilation and easy maintenance. അപ്പോൾ ഡാറ്റാ സെൻറ്റർ എന്ന് പറഞ്ഞാൽ അതൊരു പ്രത്യേകമായ ഒരു സ്ഥലമാണ്. വേർ ഓർഗനൈസേഷൻ ഹൗസ് ദ സെർവർ, സ്ഥാപനങ്ങൾ അവരുടെ സെർവറുകൾ സൂക്ഷിച്ചു വെക്കുന്ന പ്രത്യേകമായ ഒരു സ്ഥലത്തെയാണ് നമ്മൾ ഡാറ്റാ സെൻറ്റർ എന്ന് പറയുന്നത്. നെറ്റ്വർക്കിംഗ് സിസ്റ്റം, ഇപ്പോൾ സെർവർ മാത്രം ഉണ്ടായാൽ പോരാ, അത് കണക്ട് ചെയ്യുന്ന നെറ്റ്വർക്കിംഗ് കമ്പോണൻസ് ഇതൊക്കെ ഒരുമിച്ച് വെക്കുന്ന ഒരു പ്രത്യേക ഫിസിക്കൽ ലൊക്കേഷനാണ് നമ്മൾ ഡാറ്റാ സെൻറ്റർ എന്ന് പറയുന്നത്. ഡാറ്റാ സെൻറ്ററിൻ്റെ ഉപയോഗം എന്താണ്? യൂസ്ഡ് ഫോർ സ്റ്റോറിങ്, പ്രോസസ്സിങ് ആൻഡ് സെർവിങ് ലാർജ് എമൗണ്ട് ഓഫ് ഡാറ്റ ടു ദ ക്ലയൻറ്റ്. അപ്പോൾ ഡാറ്റാ സെൻറ്ററിൻ്റെ ഉപയോഗം സ്റ്റോർ ചെയ്ത് വെക്കുക, സൂക്ഷിച്ച് വെക്കുക, പ്രോസസ്സ് ചെയ്യുക, സെർവിങ് നമ്മൾ ആവശ്യപ്പെടുമ്പോൾ കൊടുക്കുക, ലാർജ് എമൗണ്ട് ഓഫ് ഡാറ്റ, ഒരുപാട് ഡാറ്റ ക്ലയൻസ് റിക്വസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ തിരിച്ചങ്ങോട്ടേക്ക് കൊടുക്കുക. അതാണ് ഡാറ്റാ സെൻറ്റർ പ്രധാനമായി ഉപയോഗിക്കുന്നത്. അതായത് സെർവറുകൾ സൂക്ഷിച്ച് വെച്ച സ്ഥലത്തിൻ്റെ പ്രധാനപ്പെട്ട ആ ഒരു ഉദ്ദേശം എന്താണ്? ആവശ്യപ്പെടുമ്പോൾ ലാർജ് എമൗണ്ട് ഓഫ് ഡാറ്റ കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിനെന്തൊക്കെ ആവശ്യമാണ്? ഡാറ്റാ സെൻറ്റർ റിക്വയർസ് എക്സ്റ്റെൻസീവ് ബാക്കപ്പ് പവർ സപ്ലൈ സിസ്റ്റം. അപ്പോൾ ആ ഡാറ്റാ സെൻറ്ററിൽ നമ്മൾ പവർ സപ്ലൈ എപ്പോഴും ഉണ്ടായിരിക്കണം. അപ്പോൾ ഒരു പവർ സപ്ലൈ പോയി കഴിഞ്ഞാൽ അടുത്ത പവർ സപ്ലൈക്ക് ഉള്ള സംവിധാനം ഒരു ഡാറ്റാ സെൻറ്ററിൽ ഉണ്ടായിരിക്കണം. കൂളിംഗ് സിസ്റ്റം, എന്തിനാണ് കൂളിംഗ് സിസ്റ്റത്തിൻ്റെ ആവശ്യം? കാരണം ഈ പ്രോസസ്സർ എല്ലാ സമയത്തും ഓണാക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ CPU ഒക്കെ നന്നായി ചൂടാവും, അതിനെ തണുപ്പിക്കാനുള്ള കൂളിംഗ് സിസ്റ്റം വേണം. ഹൈ സ്പീഡ് നെറ്റ്വർക്കിംഗ് കണക്ഷൻ, നമ്മൾ നേരത്തെ പറഞ്ഞു, നല്ല സ്പീഡിൽ നെറ്റ്വർക്കിംഗ് കണക്ഷൻ്റെ സംവിധാനം അവിടെ ആവശ്യമാണ്. ആൻഡ് സെക്യൂരിറ്റി സിസ്റ്റം, ഈ സെക്യൂരിറ്റി സിസ്റ്റം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? സോഫ്റ്റ്വെയർ സെക്യൂരിറ്റി സിസ്റ്റം വേണം, ഫയർവാൾ പോലെയുള്ള സംവിധാനങ്ങൾ വേണം, അതുപോലെ തന്നെ ഫിസിക്കൽ സെക്യൂരിറ്റി സിസ്റ്റം വേണം. ഇൻ എ ഡാറ്റാ സെൻറ്റർ സെവറൽ സെർവേഴ്സ് മേ ബി മൗണ്ടഡ് ഇൻ ടു എ സ്പെഷ്യൽ റാക്ക്. ഒരുപാട് സെർവർ ഒന്നിച്ച് അട്ടിക്ക് വെച്ചിട്ടുണ്ടാവും. നിങ്ങൾ ആ ഒരു ഡയഗ്രത്തിൽ, കൈറ്റ് വിക്ടേഴ്സ് ചാനൽ ഡയഗ്രത്തിൽ കണ്ടിട്ടുണ്ടാവും. ദാറ്റ് ഓഫ് ഗുഡ് വെന്റിലേഷൻ ആൻഡ് ഈസി മെയിൻ്റെനൻസ്. അപ്പം നല്ല വെന്റിലേഷനുള്ള സൗകര്യങ്ങൾ വേണം, അതുപോലെ തന്നെ മെയിൻ്റെനൻസ് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. ഓക്കെ, ദെൻ സെർവർ ഓപ്പറേറ്റിംഗ് സിസ്റ്റം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മളുടെ വെബ് സെർവർ കമ്പ്യൂട്ടറുകളിൽ സെർവർ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉണ്ടായിരിക്കണം, അല്ലേ? അപ്പോൾ നോക്കാം. വി നോ ദാറ്റ് എ വെബ് സെർവർ കൺസിസ്റ്റ് ഓഫ് എ സെർവർ കമ്പ്യൂട്ടർ ദാറ്റ് റൺസ് എ സെർവർ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആൻഡ് വെബ് സെർവർ സോഫ്റ്റ്വെയർ. Popular server operating system include various Linux distribution, Red Hat, OpenSUSE, Debian, Ubuntu, etc., Microsoft Windows Server, FreeBSD, Oracle, Solaris, etc. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്നതൊക്കെ സെർവർ ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് ആണ്. ലിനക്സിൻ്റെ പല ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട്. റെഡ് ഹാറ്റ് ലിനക്സ്, നമ്മൾ ഉപയോഗിക്കുന്ന ഉബുണ്ടുവിൻ്റെ സെർവർ വേർഷനുണ്ട്. നമ്മളെ ഉപയോഗിക്കുന്ന ഉബുണ്ടു സിസ്റ്റത്തിലും നമുക്ക് വെബ് സെർവർ ഇൻസ്റ്റാൾ ചെയ്യാം. ലിനക്സിൻ്റെ മറ്റൊരു വേർഷനാണ് ഡെബിയൻ ലിനക്സ് എന്ന് പറയും. ഇതൊക്കെ എന്താണ്? ഇതൊക്കെ സെർവർ ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. മറ്റൊന്നാണ് മൈക്രോസോഫ്റ്റ് വിൻഡോസ് സെർവർ, ദാറ്റ് ഈസ് എ സെർവർ ഓപ്പറേറ്റിംഗ് സിസ്റ്റം. FreeBSD മറ്റൊരു സെർവർ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ പേരാണത് FreeBSD. another one Oracle Solaris. ഓക്കെ, ഈ പേരുകളൊക്കെ ഓർത്തു വെക്കണം. നെക്സ്റ്റ്, വെബ് സെർവർ സോഫ്റ്റ്വെയർ.
അപ്പോൾ ഞാൻ പറഞ്ഞു വെറുതെ ഒരു സെർവർ കമ്പ്യൂട്ടർ വാങ്ങി വെച്ചാൽ പോരാ. ആ സെർവർ കമ്പ്യൂട്ടർ വാങ്ങി വെച്ചതിന് ശേഷം അതിലൊരു സെർവർ ഓപ്പറേറ്റിംഗ് സിസ്റ്റം നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യണം. എന്നാലും മതിയാവോ? പോരാ. അതിൽ നമ്മൾ എന്ത് ചെയ്യണം? ഒരു വെബ് സെർവർ സോഫ്റ്റ്വെയർ കൂടി ഇൻസ്റ്റാൾ ചെയ്യണം. ഓക്കെ, അതാ വെബ് സെർവർ സോഫ്റ്റ്വെയർ ഏതൊക്കെയാണെന്ന് നോക്കാം. അതിൻ്റെ പേരുകൾ നമ്മൾ ഓർത്ത് വെക്കണം. ആഫ്റ്റർ സെറ്റിംഗ് അപ്പ് എ സെർവർ, വെബ് സെർവർ സോഫ്റ്റ്വെയർ ഹാസ് ടു ബി ഇൻസ്റ്റാൾഡ് ഇൻ ഇറ്റ് and configured according to the given operating system. Some of the preferred web server packages are Apache Server. ഒരു വെബ് സെർവർ സോഫ്റ്റ്വെയറിൻ്റെ പേരാണ് Apache Server. Another one, Tomcat. Microsoft Internet Information Server, IIS എന്ന് ചുരുക്കി പറയും. Google Web Server, GWS എന്ന് പറയും. And Nginx എന്നാണ് പറയും. Nginx. അപ്പോൾ നമ്മൾ ലാബിലൊക്കെ ഉപയോഗിക്കുന്ന വെബ് സെർവർ സോഫ്റ്റ്വെയറാണ് അപ്പാഷെ സെർവർ. നമ്മുടെ ഉബുണ്ടുവിൽ വർക്ക് ചെയ്യും, അതുപോലെ തന്നെ വിൻഡോസിലും വർക്ക് ചെയ്യും ഇതൊക്കെ. അപ്പോൾ നമ്മളുടെ ഉബുണ്ടു ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ അപ്പാഷെ സെർവർ ഇൻസ്റ്റാൾ ചെയ്ത് നമ്മളെ കമ്പ്യൂട്ടർ എന്തായി മാറി? വെബ് സെർവറായിട്ട് മാറി. പക്ഷേ നമ്മളെ കമ്പ്യൂട്ടറിൽ ഒരുപാട് റിക്വസ്റ്റ് വന്നു കഴിഞ്ഞാൽ താങ്ങാൻ പറ്റില്ല. കാരണം എന്തുകൊണ്ടാണ്? നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ കമ്പ്യൂട്ടിംഗ് പവർ കുറവാണ്, അത്രയേ ഉള്ളൂ. പക്ഷെ നമുക്ക് താൽക്കാലികമായി നമുക്ക് പഠിക്കാനുള്ള ആവശ്യത്തിനൊക്കെ നമ്മുടെ കമ്പ്യൂട്ടർ എന്താക്കി മാറ്റാം? സെർവറാക്കി മാറ്റാം. എന്ത് ആവശ്യമുള്ളൂ? നമ്മുടെ ഉബുണ്ടു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്യുന്നു, അതിനുശേഷം അതിൽ അപ്പാഷെ സെർവർ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കമ്പ്യൂട്ടർ എന്തായി മാറി? ഒരു ചെറിയൊരു വെബ് സെർവറായി മാറി. നെക്സ്റ്റ് ഹാർഡ്വെയർ പോർട്ട് നമ്മളിവിടെ പറയാനുള്ള കാരണം നമ്മുടെ ഈ ഒരു ടോപ്പിക്കായിട്ട് ബന്ധമില്ല, പക്ഷേ നമ്മൾ സോഫ്റ്റ്വെയർ പോർട്ട് പഠിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ വ്യത്യാസം മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ഹാർഡ്വെയർ പോർട്ട് ആദ്യം പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് ഈ ഒരു ഭാഗം നമ്മളുടെ ഈ ചാപ്റ്ററിൽ പഠിക്കാൻ നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ച ഒരു കാര്യമാണ്. ഹാർഡ്വെയർ പോർട്ട്സ് ആർ യൂസ്ഡ് ടു കണക്ട് എക്സ്റ്റേണൽ ഡിവൈസസ് ടു ദ കമ്പ്യൂട്ടർ. ദിസ് ഡിവൈസസ് കമ്മ്യൂണിക്കേറ്റ് വിത്ത് ദ കമ്പ്യൂട്ടർ യൂസിങ് ദിസ് പോർട്ട്. ദാറ്റ് ഈസ് VGA പോർട്ട് ഓർ HDMI പോർട്ട്സ് ആർ യൂസ്ഡ് ടു കണക്ട് മോണിറ്റേഴ്സ്. അപ്പോൾ മോണിറ്റർ നമ്മൾ CPU ആയിട്ട് കണക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന പോർട്ടിൻ്റെ പേരാണ് VGA പോർട്ട് എന്ന് പറയും. പുതിയ കമ്പ്യൂട്ടറിലൊക്കെ നമുക്ക് HDMI പോർട്ടും കാണാൻ പറ്റും. കുറച്ചും കൂടി നല്ല ക്ലാരിറ്റി ഉള്ള കണക്ഷനാണ് HDMI പോർട്ട്. വീഡിയോന്ന് കുറച്ചും കൂടി ക്ലാരിറ്റി ഉണ്ടാവും. PS2 പോർട്ട് ഫോർ കീബോർഡ് ആൻഡ് മൗസ്. പണ്ട് കാലത്തൊക്കെ കീബോർഡും മൗസും കണക്ട് ചെയ്യാൻ വേണ്ടി PS2 പോർട്ടാണ് ഉപയോഗിക്കാം. ഇപ്പോഴും ഉപയോഗിക്കുന്നുണ്ട്, പക്ഷേ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് USB പോർട്ടുകളാണ്. അപ്പോൾ നമുക്ക് കീബോർഡ് USB പോർട്ട് വഴിയാണ് നമ്മുടെ കമ്പ്യൂട്ടറിലും ലാപ്ടോപ്പിലൊക്കെ കണക്ട് ചെയ്യുന്നത്. അതുപോലെ നമ്മുടെ മൗസ് നമ്മുടെ ലാപ്ടോപ്പിലേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ USB പോർട്ടാണ് ഉപയോഗിക്കുന്നത്. മിക്കവാറും ഇപ്പോൾ നമ്മുടെ ഡാറ്റ കേബിൾ ഉപയോഗിച്ചിട്ട് നമ്മുടെ മൊബൈലും നമ്മുടെ ലാപ്ടോപ്പും കണക്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് USB പോർട്ട് ഉപയോഗിക്കാം. ഓക്കെ, അപ്പോൾ USB പോർട്ട്സ് ആർ നോർമലി യൂസ്ഡ് ടു കണക്ട് മൗസ്, കീബോർഡ്, പ്രിൻറ്റേഴ്സ്, സ്പീക്കേഴ്സ് എക്സെട്ര. ഓക്കെ, അപ്പോൾ ഇത് ഞാൻ ജസ്റ്റ് ഇവിടെ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് ഇവിടെ പഠിക്കാനുള്ള ഹാർഡ്വെയർ പോർട്ടല്ല, സോഫ്റ്റ്വെയർ പോർട്ടാണ്. പക്ഷേ സോഫ്റ്റ്വെയർ പോർട്ട് പറയുന്നതിന് മുമ്പേ ഞാൻ ജസ്റ്റ് ഹാർഡ്വെയർ പോർട്ടെന്ന് പറഞ്ഞെന്ന് മാത്രമേ. നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ച കാര്യമാണിത്. അപ്പോൾ നമ്മളതിൻ്റെ നമ്മൾ CPUയുടെ പിറകു വശം, നമ്മുടെ ലാബിലൊക്കെ കമ്പ്യൂട്ടറിൻ്റെ പിറകു വശം, CPUവിൻ്റെ പിറകു വശം നോക്കിക്കഴിഞ്ഞാൽ ഇതേ രീതിയിലുള്ള ഒരു പോർട്ടുകൾ കാണാൻ പറ്റും. ഇത് നമ്മുടെ PS2 പോർട്ടാണ്. കീബോർഡ് കണക്ട് ചെയ്യുന്ന PS2 പോർട്ടാണ് ഇത് മൗസ് കണക്ട് ചെയ്യുന്ന PS2 പോർട്ടാണ്. പക്ഷേ ഇപ്പം നമ്മൾ ഇതങ്ങനെ ഉപയോഗിക്കാറില്ല. ഇപ്പം മിക്കവാറും നമ്മൾ USB പോർട്ട് ഇവിടെ 2 പോർട്ടേ കാണുന്നുള്ളൂ. ഒരുപാട് പോർട്ട് ഇപ്പോഴുള്ള കമ്പ്യൂട്ടറിലൊക്കെ നമ്മൾ ഈ USB പോർട്ട് ഒരുപാട് കാണാൻ പറ്റും. കാരണം നമുക്ക് പ്രിൻ്റർ കണക്ട് ചെയ്യാം, മൗസ് കണക്ട് ചെയ്യാം, കീബോർഡ് കണക്ട് ചെയ്യാം, അതുപോലെ തന്നെ സ്പീക്കർ കണക്ട് ചെയ്യാം. അതിനൊക്കെ നമ്മൾ USB പോർട്ട് ഉപയോഗിക്കും. ഇവിടെ നമ്മൾ ഈ ഒരു ചിത്രത്തിൽ 2 USB പോർട്ട് മാത്രമേ കാണുന്നുള്ളൂ. ഒരുപാട് USB പോർട്ട് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന കമ്പ്യൂട്ടറിൽ നമുക്ക് കാണാൻ പറ്റും. നെക്സ്റ്റ് ഈതർനെറ്റ് പോർട്ട്. ഇവിടെ നമ്മൾ ലാനിൻ്റെ കേബിൾ ഇവിടെയാണ് കണക്ട് ചെയ്യാം. ഓക്കെ, സീരിയൽ പോർട്ട്. ഇതൊക്കെ ഇപ്പം നമുക്ക് പുതിയ കമ്പ്യൂട്ടറിൽ ഇതൊന്നും കാണാൻ പറ്റില്ല. പഴയ കാലത്തുള്ള ഡയലപ്പ് മോഡം കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതാണ് ഉപയോഗിക്കാറ്. ദെൻ LPT1 പോർട്ട്. നമ്മൾ പഴയ പ്രിൻ്ററൊക്കെ ഈ ഒരു പോർട്ടിലാണ് കണക്ട് ചെയ്തിരുന്നത്. ഇപ്പം നമ്മൾ പ്രിൻ്ററൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ USB പോർട്ട് വെച്ചാണ് നമ്മൾ കമ്പ്യൂട്ടറായിട്ട് കണക്ട് ചെയ്യാം. ഓക്കെ, LPT1 പ്രിൻ്റർ പോർട്ട്. VGA പോർട്ട്. ഇപ്പോൾ ഇതും നമ്മളിപ്പോഴും ഉപയോഗിക്കുന്നുണ്ട്. നമ്മുടെ മിക്കവാറും നമ്മളുടെ മോണിറ്റർ നമ്മൾ CPU കണക്ട് ചെയ്യുക VGA പോർട്ട് ഉപയോഗിച്ചിട്ടാണ്. സ്പീക്കർ കണക്ട് ചെയ്യാൻ വേണ്ടി ഇത് ഉപയോഗിക്കാം. ഓക്കെ, മൈക്രോഫോൺ കണക്ട് ചെയ്യാൻ വേണ്ടി ഇത് ഉപയോഗിക്കാം. ഓക്കെ, ഗെയിം പോർട്ട്. ഇതൊന്നും നമ്മൾ ജസ്റ്റ് ഇപ്പോൾ ഇതൊന്നും ഉപയോഗിക്കുന്നില്ല. ഇപ്പോൾ മിക്കവാറും നമ്മൾ സ്പീക്കറും നമുക്ക് എങ്ങനെ കണക്ട് ചെയ്യാം? USB പോർട്ട് വഴി നമുക്ക് കണക്ട് ചെയ്യാം.
Now software port. ഈ സോഫ്റ്റ്വെയർ പോർട്ട് ഹാർഡ്വെയർ പോർട്ട് തികച്ചും വ്യത്യാസമുള്ള കാര്യമാണ്. അപ്പോൾ നമ്മൾ ഈ സോഫ്റ്റ്വെയർ പോർട്ട് മനസ്സിലാക്കാൻ വേണ്ടി നമ്മളൊരു കമ്പ്യൂട്ടറിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി എന്താ ഉപയോഗിക്കുന്നതിന് ഇൻ്റർനെറ്റിൽ IP അഡ്രസ്സാണ് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ഒരേ കമ്പ്യൂട്ടറിൽ തന്നെ ഒന്നിൽ കൂടുതൽ സർവീസ് റൺ ചെയ്യാം. ഉദാഹരണത്തിന് നമുക്ക് ഗൂഗിളിൻ്റെ സെർവർ നോക്കാം. ഗൂഗിൾ എന്തിനാ സാധാരണ നമ്മൾ ഉപയോഗിക്കുന്നത് HTTP റിക്വസ്റ്റാണ്. അതിൽ തന്നെ ജിമെയിൽ സർവീസും ഉണ്ട്. ജിമെയിൽ സർവീസ് എന്താണ്? ഗൂഗിളിൻ്റെ മെയിൽ സർവീസ്. അപ്പോൾ മെയിൽ സർവീസിന് ഉപയോഗിക്കുന്ന പ്രോട്ടോക്കോൾ എന്തായിരിക്കും? SMTP ആയിരിക്കും, സിമ്പിൾ മെയിൽ ട്രാൻസ്ഫർ പ്രോട്ടോക്കോൾ. google.com എന്ന് അടിച്ചാൽ അതിന് ഉപയോഗിക്കുന്ന സർവീസ് എന്തായിരിക്കും? HTTP ആയിരിക്കും. ഇനി ഗൂഗിൾ ഡ്രൈവ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഗൂഗിൾ ഡ്രൈവ് എന്തിനാണ് ഉപയോഗിക്കുന്നത്? നമുക്ക് ഫയലുകളൊക്കെ അതിൽ അപ്ലോഡ് ചെയ്ത് സൂക്ഷിച്ച് വെക്കാം ഗൂഗിൾ ഡ്രൈവിൽ. അവിടെ നമ്മൾ FTP മിക്കവാറും ഉപയോഗിക്കാം. അപ്പോൾ ഒരേ സെർവറിൽ തന്നെ, ഗൂഗിളിൻ്റെ ഒരേ സെർവറിൽ തന്നെ നമ്മളിപ്പോൾ 3 സർവീസ് കാണുന്നുണ്ട്. FTP സർവീസ് ഉണ്ടാവും, അതുപോലെ തന്നെ SMTP സർവീസ് ഉണ്ടാവും, HTTP സർവീസ് ഉണ്ടാവും. ഇത് മൂന്നും നമ്മൾ കമ്പ്യൂട്ടറിൽ നിന്ന് ക്ലയൻറ്റിൽ നിന്ന് റിക്വസ്റ്റ് ഇപ്പോൾ ഒരേ കമ്പ്യൂട്ടറിലാണ് പോവുക. അപ്പോൾ ആ കമ്പ്യൂട്ടർ ഗൂഗിളിൻ്റെ സെർവറിൽ ഈ 3 റിക്വസ്റ്റ് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി നമ്മൾ IP അഡ്രസ്സ് ഉപയോഗിക്കുന്നു. ആ സെർവറിൽ തന്നെ കുറേ ആപ്ലിക്കേഷൻസ് റൺ ചെയ്യുന്നുണ്ട്. അതായത് ഞാൻ പറഞ്ഞ പോലെ FTP സെർവർ റൺ ചെയ്യുന്നുണ്ട്, HTTPയുടെ വെബ് സെർവർ റൺ ചെയ്യുന്നുണ്ട്, SMTP ആപ്ലിക്കേഷൻ റൺ ചെയ്യുന്നുണ്ട്. ഇത് എങ്ങനെ തിരിച്ചറിയും? കമ്പ്യൂട്ടറിന് തിരിച്ചൊരു IP അഡ്രസ്സ് മതി. ആ കമ്പ്യൂട്ടറിൽ ഒന്നിൽ കൂടുതൽ സർവീസുകൾ റണ്ണ് ചെയ്യുന്നുണ്ട്. ഇതിനെ എങ്ങനെ തിരിച്ചറിയും? ഇത് തിരിച്ചറിയാൻ വേണ്ടി ഉപയോഗിക്കുന്ന യുണീക്കായ ഒരു നമ്പറാണ് സോഫ്റ്റ്വെയർ പോർട്ട് എന്ന് പറയുന്നത്. Software port is used to identify various services like HTTP, FTP, SMTP, etc. running on the single server computer. ഒരേ കമ്പ്യൂട്ടറിൽ, അതായത് ഗൂഗിളിൻ്റെ ഉദാഹരണം പറയാമെന്നേ, ഗൂഗിളിൻ്റെ സെർവർ കമ്പ്യൂട്ടറിൽ തന്നെ HTTP സർവീസ് റൺ ചെയ്യുന്നുണ്ടാവും, FTP സർവീസ് റൺ ചെയ്യുന്നുണ്ടാവും, SMTP സർവീസ് റൺ ചെയ്യുന്നുണ്ടാവും. ഈ സർവീസുകളെ ക്ലയൻറ്റുകൾക്ക് എങ്ങനെ തിരിച്ചറിയാം? അതിനുപയോഗിക്കുന്ന യുണീക്കായിട്ടുള്ള മറ്റൊരു നമ്പറാണ് സോഫ്റ്റ്വെയർ പോർട്ട്. ഒന്നുകൂടി പറയാം. സോഫ്റ്റ്വെയർ പോർട്ട് ഈസ് യൂസ്ഡ് ടു ഐഡൻറ്റിഫൈ വേരിയസ് സർവീസസ് ലൈക്ക് HTTP, FTP, SMTP, etc. running on the single server computer. Okay, it is a unique 16-bit number. അതൊരു 16 ബിറ്റുള്ള നമ്പറാണ്. ഒരു സർവീസിനുള്ള നമ്പർ മറ്റൊന്നിനുണ്ടാവില്ല. ആ യുണീക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സർവീസിനുള്ള നമ്പർ മറ്റൊന്നിന് കൊടുക്കില്ല. ഇറ്റ് ഈസ് എ യുണീക്ക് 16-bit നമ്പർ ഗിവൺ ടു ഈച്ച് സർവീസസ് ലൈക്ക് FTP, HTTP, SMTP, DNS, etc. Okay. Next point. We know that a server computer is identified using IP address. സെർവർ കമ്പ്യൂട്ടറിനെ നമ്മളെങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാം? IP അഡ്രസ് ഉപയോഗിച്ചിട്ടാണ്. ഇനി അതിൽ റൺ ചെയ്യുന്ന സർവീസിനെ എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാം? ടു ഐഡൻറ്റിഫൈ വേരിയസ് സർവീസസ് റണ്ണിങ് ഓൺ ദി സെർവർ വി ഹാവ് ടു യൂസ് പോർട്ട് നമ്പർ. ഓക്കെ, അപ്പോൾ എന്താണ് പോർട്ട് നമ്പർ? ഒരു കമ്പ്യൂട്ടറിൽ റൺ ചെയ്യുന്ന വ്യത്യസ്തങ്ങളായ സർവീസുകൾ ആയ HTTP, FTP, SMTP പോലെയുള്ളതിനെ തിരിച്ചറിയാൻ വേണ്ടി ഉപയോഗിക്കുന്ന യുണീക്കായ നമ്പറാണ് സോഫ്റ്റ്വെയർ പോർട്ട്. ഓക്കെ, കുറച്ച് സോഫ്റ്റ്വെയർ പോർട്ട് നമ്പർ നമ്മൾ ഓർമ്മിച്ച് വെക്കണം. ഇത് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. FTPക്ക് വേണ്ടി ഉപയോഗിക്കുന്ന പോർട്ട് നമ്പർ 20 and 21 ആണ്. 20 and 21. സെക്യൂർ ഷെൽ SSH. സെക്യൂർ ഷെൽ എന്ന് വെച്ചാൽ നമുക്ക് ഒരു കമ്പ്യൂട്ടറിൽ നിന്നുകൊണ്ട് നമുക്ക് മറ്റൊരു കമ്പ്യൂട്ടറിലേക്ക് നമുക്ക് ലോഗിൻ ചെയ്യാം, സെക്യൂർ ആയിട്ട് ലോഗിൻ ചെയ്യാം. അത് ആ ഒരു സർവീസിനെ പറയുന്നതാണ് സെക്യൂർ ഷെൽ എന്ന് പറയും. അതിനുപയോഗിക്കുന്ന പോർട്ട് നമ്പർ 22. മെയിലുകളൊക്കെ അയക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു പ്രോട്ടോക്കോളാണ് ഇത് SMTP, സിമ്പിൾ മെയിൽ ട്രാൻസ്ഫർ പ്രോട്ടോക്കോൾ. ആ സർവീസിന് ഉപയോഗിക്കുന്ന പോർട്ട് നമ്പർ ഏതാണ്? 25 ആണ്. DNS, ഡൊമൈൻ നെയിം സിസ്റ്റം സർവീസിന് വേണ്ടി ഉപയോഗിക്കുന്ന പോർട്ട് നമ്പർ 53. ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോക്കോൾ അതിനുവേണ്ടി ഉപയോഗിക്കുന്നത് 80. പോസ്റ്റ് ഓഫീസ് പ്രോട്ടോക്കോൾ അതൊരു ഇമെയിലിന് വേണ്ടി ഉപയോഗിക്കുന്ന മറ്റൊരു പ്രോട്ടോക്കോളാണ് പോസ്റ്റ് ഓഫീസ് പ്രോട്ടോക്കോൾ. അതിനുപയോഗിക്കുന്ന പോർട്ട് നമ്പർ 110. HTTP സെക്യൂർ നമ്മൾ പഠിച്ചിട്ടുണ്ട്, HTTPS അതിനുപയോഗിക്കുന്ന പോർട്ട് നമ്പർ 443. ഇത്രയും പോർട്ട് നമ്പേഴ്സ് നമ്മൾ ഓർത്ത് വെക്കണം. ഓക്കെ, നെക്സ്റ്റ് ടോപ്പിക് DNS സെർവർ. നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചതാണ്, കുറച്ചും കൂടി നമുക്കൊന്ന് പഠിക്കാം, വിശദമായിട്ട് പഠിക്കാം. DNS server returns the IP address of a domain name requested by the client computer. DNS server returns the IP address of a domain name.
അതെന്താ തിരിച്ചു തരിക? നമ്മളൊരു ഡൊമൈൻ നെയിം കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള IP അഡ്രസ്സ് തിരിച്ചു തരുന്നതാണ് ആര്? DNS സെർവർ ചെയ്യുന്നത്. DNS സെർവർ റിട്ടേൺസ് ദി IP address of a domain name requested by the client computer. A DNS converts domain name to corresponding IP address and vice versa. DNS എന്ത് ചെയ്യുന്നു? ഡൊമൈൻ നെയിമിനെ IP അഡ്രസ്സാക്കി മാറ്റുന്നു. ആൻഡ് വൈസ് വേഴ്സ എന്ന് വെച്ചാൽ തിരിച്ച് IP അഡ്രസ്സിനെ ഡൊമൈൻ നെയിമാക്കി മാറ്റാനും ഉപയോഗിക്കുന്നുണ്ട്. കുറച്ചും കൂടി അതിൻ്റെ പോയിന്റ് പഠിക്കാം. A domain name system contains several DNS server computers. ഒരുപാട് DNS server കമ്പ്യൂട്ടർ ഉണ്ടാവും. The DNS servers are arranged in a hierarchy. Hierarchy എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ട്രീ സ്ട്രക്ചറിലാണ്. ടോപ്പ് ലെവലിൽ ഒന്നുണ്ടാവും, അതിൻ്റെ താഴെ കുറച്ച് സെർവർ ഉണ്ടാവും, അതിൻ്റെ താഴെ കുറച്ച് സെർവർ ഉണ്ടാവും. അതിനെ അറിയാം നമ്മൾ ഹൈറാർക്കി എന്ന് പറയാം, ട്രീ സ്ട്രക്ചർ എന്നും പറയും. At the top level there are 13 root servers. ഏറ്റവും മുകളിലായി 13 റൂട്ട് സെർവേഴ്സ് ഉണ്ട്. റൂട്ട് സെർവേഴ്സ് എന്താ കണ്ടെയ്ൻ ചെയ്യുക? ദാറ്റ് കണ്ടെയ്ൻസ് നെയിം സെർവർ ഇൻഫർമേഷൻ ഫോർ ഓൾ ടോപ്പ് ലെവൽ ഡൊമൈൻസ്. ടോപ്പ് ലെവൽ ഡൊമൈനിൻ്റെ നെയിം സെർവർ ഇൻഫർമേഷൻ ഉണ്ടാവും. There are two types of top level domains, GTLD, CCTLD. നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചതാണ്. GTLD എന്ന് പറഞ്ഞാൽ GTLD means generic top level domains such as .com, .org, .net, മൂന്ന് അക്ഷരമായിരിക്കും. നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചതാണ്. മൂന്ന് അക്ഷരങ്ങൾ .com, .org, .net ഇങ്ങനെയുള്ളതിനെ നമ്മൾ ജനറിക് ടോപ്പ് ലെവൽ ഡൊമൈൻ എന്ന് പറയും. ഓക്കെ, ഇതതിൻ്റെ പ്രത്യേക ടൈപ്പിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നു. CCTLD മീൻസ് കൺട്രി കോഡ് ടോപ്പ് ലെവൽ ഡൊമൈൻ, അത് രാജ്യത്തെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നതാണ്. .in എന്ന് പറയുമ്പോൾ ഇന്ത്യ രാജ്യത്തെ ഡിനോട്ട് ചെയ്യുന്നു. .uk എന്ന് പറയുമ്പോൾ ഇതൊക്കെ രണ്ടക്ഷരമായി 2 ലെറ്റർ വേർഡാണ്. ഇതൊക്കെ 3 ലെറ്റർ വേർഡാണ്. നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചതാണ്. ഇപ്പോൾ ടോപ്പ് ലെവൽ ഡൊമൈൻ എന്ന് പറയാം. ഈ ടോപ്പ് ലെവൽ ഡൊമൈനിൻ്റെ നെയിം സെർവേഴ്സിൻ്റെ ഇൻഫർമേഷൻസ് എവിടെ ഉണ്ടാവും? റൂട്ട് സെർവറിലുണ്ടാവും. ഓക്കെ, നമുക്ക് സ്റ്റെപ്പ് പറയുമ്പോൾ കുറച്ചും കൂടി നമുക്ക് ഇത് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ അത് ഇത്രയും മനസ്സിലാക്കുക. ഇനി നമ്മൾ എങ്ങനെയാണ് DNS ഒരു IP അഡ്രസ്സിനെ റിസോൾവ് ചെയ്യുന്ന നോക്കാം. ഇപ്പോൾ നമ്മൾ ഉദാഹരണത്തിൻ്റെ ബ്രൗസറിൽ നമ്മൾ www.keralaresults.nic.in നമ്മൾ ടൈപ്പ് ചെയ്യുന്ന വിചാരിക്കാം. ടൈപ്പ് ചെയ്ത് എൻ്റർ അടിക്കുന്നു. നമ്മൾ റിസൾട്ട് കാണാൻ ഉപയോഗിക്കുന്ന സൈറ്റാണിത് അല്ലേ. അങ്ങനെ അടിച്ച് നമ്മൾ എൻ്റർ അടിക്കുന്നതോടുകൂടി നമുക്ക് ഉടനെ അവിടെ വെബ് പേജ് അവിടെ കാണാൻ പറ്റും, പെട്ടെന്ന് കാണാൻ പറ്റും. പക്ഷേ അതിനുള്ളിൽ എന്തോ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ആദ്യം എന്താ ചെയ്യുക? ബ്രൗസർ ഇതിൻ്റെ IP അഡ്രസ്സ് കിട്ടണം. ഈ നമ്മൾ www.keralaresults.nic.in എന്ന് പറയുന്ന ഡൊമൈൻ നെയിമിൻ്റെ IP അഡ്രസ്സ് നമുക്ക് കിട്ടണം. അതെങ്ങനെയാണ് ബ്രൗസറിന് കിട്ടുക? ആദ്യം ബ്രൗസർ ചെക്ക് ചെയ്യും. ഇതിന് മുന്നേ നമ്മൾ ഇതേ ബ്രൗസർ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ IP അഡ്രസ്സ് ബ്രൗസറിൻ്റെ ക്യാഷിൽ എന്ത് ചെയ്തിട്ടുണ്ടാവും? സ്റ്റോർ ചെയ്തിട്ടുണ്ടാവും. അതവിടെ പറയുന്നു. ഓൾ ബ്രൗസേഴ്സ് സ്റ്റോർ ദ IP അഡ്രസ് ഓഫ് ദ റീസെൻ്റ്ലി വിസിറ്റഡ് വെബ്സൈറ്റ്സ് ഇൻ ഇറ്റ്സ് ക്യാഷ്. അതിൻ്റെ മെമ്മറിയിൽ സ്റ്റോർ ചെയ്തിട്ടുണ്ടാവും. Therefore, the browser first searches its local memory mini cache to see whether it has the IP address of this domain. അപ്പോൾ നമ്മൾ ഈ അടിച്ചിരിക്കുന്ന ഈ ഡൊമൈൻ നെയിമിൻ്റെ IP അഡ്രസ്സ് ബ്രൗസറിൻ്റെ ക്യാഷിലുണ്ടോ എന്ന് ചെക്ക് ചെയ്യും. ഉണ്ടെങ്കിൽ അതിൻ്റെ IP അഡ്രസ്സ് അവിടെ നിന്ന് എടുത്തിട്ട് പെട്ടെന്ന് കണക്ഷൻ എന്ത് ചെയ്യാൻ പറ്റും? എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റും. ഓക്കെ, നമ്മൾ ഈ ബ്രൗസർ ഉപയോഗിച്ചുകൊണ്ട് ഈ സൈറ്റ് വിസിറ്റ് ചെയ്തിട്ടില്ല എന്ന് വിചാരിച്ചോ, അങ്ങനെ രണ്ടാമത്തെ സ്റ്റെപ്പിലേക്ക് പോകും. If it is not found in the browser cache, ബ്രൗസറിൻ്റെ മെമ്മറിയിൽ കണ്ടിട്ടില്ലെങ്കിൽ, it checks in the operating system's local cache for the IP address. അത് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ ലോക്കൽ ക്യാഷിൽ ചെക്ക് ചെയ്യും. അതെങ്ങനെയാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ ക്യാഷിൽ ഉണ്ടാവുക? ചിലപ്പം ഈ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ നിന്ന് വേറെ ഏതെങ്കിലും ബ്രൗസർ ഉപയോഗിച്ചുകൊണ്ട് ഈ സൈറ്റ് എടുത്തിട്ടുണ്ടാവും, റീസെൻ്റായിട്ട് എടുത്തിട്ടുണ്ടാവും. അങ്ങനെയാണെങ്കിൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ ക്യാഷിൽ ഇതിൻ്റെ IP അഡ്രസ്സ് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അത് അവിടെ നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് IP അഡ്രസ്സ് കിട്ടിക്കഴിഞ്ഞാൽ കണക്ഷൻ എന്ത് ചെയ്യാൻ പറ്റും? എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇത് രണ്ട് സ്ഥലത്തും ഇല്ല എന്ന് വിചാരിക്കുക. അപ്പോൾ മൂന്നാമത്തെ സ്റ്റെപ്പിലേക്ക് പോകും. ഇഫ് ഇറ്റ് ഈസ് നോട്ട് ഫൗണ്ട് ദർ, അത് അവിടെ ഇല്ലെങ്കിൽ ഇറ്റ് സെർച്ചസ് ദ DNS സെർവർ ഓഫ് ദ ലോക്കൽ ISP. ISP മീൻസ് ഇൻ്റർനെറ്റ് സർവീസ് പ്രൊവൈഡർ. അപ്പോൾ നമ്മളെ ഇൻ്റർനെറ്റ് സർവീസ് പ്രൊവൈഡർ, ഇപ്പോൾ നമ്മുടെ കേസിലാണെങ്കിൽ BSNLൻ്റെ DNS സെർവറിലേക്ക് പോകും. അവിടെ ഈ പറഞ്ഞിരിക്കുന്ന വെബ്സൈറ്റിൻ്റെ IP അഡ്രസ്സ് ഉണ്ടോ എന്ന് നോക്കും. ഉണ്ടെങ്കിൽ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് തിരിച്ചു വരും. ആ IP അഡ്രസ്സുമായിട്ട് കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യും. അവിടെ ഇല്ല എന്ന് വിചാരിക്കാം. ഇൻ ദി ആബ്സെൻസ്, അവിടെ ഇല്ല, സപ്പോസ് ഇറ്റ് ഈസ് നോട്ട് പ്രസൻറ്റ് ദർ. ഇൻ ദി ആബ്സെൻസ് ഓഫ് ദ ഡൊമൈൻ നെയിം ഇൻ ദ ISP's DNS സെർവർ. അപ്പോൾ BSNLൻ്റെ DNS സെർവർ ഇല്ല. അതിന് ഐഡിയ ഉപയോഗിക്കുന്ന ആളാണെങ്കിൽ ഐഡിയൻ്റെ DNS സെർവറിൽ നിങ്ങളിപ്പം ഉപയോഗിച്ച ഡൊമൈൻ നെയിം ഏതായിരുന്നു? www.keralaresults.nic.in. അതിൻ്റെ IP അഡ്രസ്സ് അവിടെ ഇല്ല എന്ന് കരുതിക്കോ. അങ്ങനെയാണെങ്കിൽ
the ISP's DNS server initiates a recursive search starting from the root server till it receives the IP address. അത് നേരെ റിക്വസ്റ്റ് എവിടത്തേക്ക് കൊടുക്കും? നമ്മുടെ ഐഡിയയുടെ DNS സെർവർ അല്ലെങ്കിൽ BSNL DNS സെർവർ നേരെ റിക്വസ്റ്റ് റൂട്ട് സെർവറിലേക്ക് കൊടുക്കും. ഈ റൂട്ട് സെർവറിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ റൂട്ട് സെർവറിന് ചിലപ്പം അവിടെ നിന്ന് മാത്രം കിട്ടണമെന്നില്ല. കാരണം റൂട്ട് സെർവറിന് അതിൻ്റെ ടോപ്പ് ലെവൽ ഡൊമൈനിൻ്റെ നെയിം സെർവറിൻ്റെ ഇൻഫർമേഷൻ മാത്രമേ അറിയൂ. അവിടെ നിന്ന് അതിൻ്റെ ഇൻഫർമേഷൻ കിട്ടി അവിടെ നിന്ന് ആ നെയിം സെർവറിലേക്ക് വീണ്ടും റിക്വസ്റ്റ് പോയി എന്നിട്ട് അവിടെ നിന്ന് IP അഡ്രസ് തിരിച്ച് കിട്ടണം. അതുകൊണ്ടാണ് റിക്കേഴ്സീവ് സെർച്ച് എന്ന് പറയുന്നത്. അത് ഒറ്റൊരു സെർച്ച് കൊണ്ട് കിട്ടണമെന്നില്ല. കാരണം മേലെ ഒരു സ്ഥലത്ത് പോയി അവിടെ നിന്ന് മറ്റൊരു ടോപ്പ് ലെവൽ ഡൊമൈൻ നെയിം സെർവറിൻ്റെ ഇൻഫർമേഷൻ കിട്ടി അവിടത്തേക്ക് പോയി അവിടെ നിന്ന് തിരിച്ച് വന്ന് IP അഡ്രസ്സ് കിട്ടണം. അതാണ് റിക്കേഴ്സീവ് സെർച്ച് എന്ന് പറയുന്നത്. ഓക്കെ, അവിടെ നിന്ന് ചിലപ്പോൾ 2-3 സെർച്ചുകൾ നടത്തേണ്ടി വരും. അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ the ISP's DNS server returns this IP address to the browser. തിരിച്ച് നമ്മുടെ ബ്രൗസറിലേക്ക് IP അഡ്രസ്സ് തിരിച്ചു തരുന്നു. The browser connected to the web server using the IP address of, അപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന കേരള results.nic.in എന്ന് പറയുന്ന വെബ്സൈറ്റിൻ്റെ IP അഡ്രസ്സ് കിട്ടിക്കഴിഞ്ഞു. ആ IP അഡ്രസ്സ് ഉപയോഗിച്ച് കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു. അങ്ങനെ വെബ് പേജ് നമുക്കവിടെ കാണിച്ച് തരുന്നു. ഓക്കെ, ഇപ്പോൾ ഇത്രയാണ് DNSൽ നമുക്ക് IP അഡ്രസ്സ് കിട്ടാനുള്ള സ്റ്റെപ്പുകൾ. നമ്മളിത് അറിയുന്നില്ല, നമ്മൾ ജസ്റ്റ് ഡൊമൈൻ നെയിം അടിക്കുന്നു. ഡൊമൈൻ നെയിം അടിച്ചിട്ട് എൻ്റർ അടിക്കുമ്പോൾ അവിടെ വെബ് പേജ് കാണുന്നു. പക്ഷേ അതിൻ്റെ IP അഡ്രസ്സ് കാണുക എന്ന സ്റ്റെപ്പ് അവിടെ നടക്കുന്നുണ്ട്. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലെ കാര്യങ്ങൾ നടക്കുക നമ്മൾ മനസ്സിലാക്കണം. ഓക്കെ, ഇത്രയും സ്റ്റെപ്പുകൾ നമ്മൾ ഓർത്തിരിക്കണം. എക്സാമിനൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ളതാണ്.